വീണ്ടും ധാരാളമായി അഡ്മിഷനുള്ള ആപ്ലിക്കേഷൻസ് അയക്കുന്നു ബി. എന്നാൽ ഒരിടത്തും ബിക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ല. ഫേക്ക് ID കാർഡുകൾ ഉണ്ടാക്കുന്ന ബിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നുകയാണ്, ഒരു ഫേക്ക് യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടാക്കിയാലോ എന്ന്. ഹാർമൺ കോളേജിന്റെ ലോഗോയിൽ ചില മാറ്റങ്ങൾ വരുത്തി പുതിയൊരു കോളേജ് ലോഗോ തന്നെ ഉണ്ടാക്കുകയാണ് ബി. സൗത്ത് ഹാർമൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നായിരുന്നു ബിയുടെ ഫേക്ക് യൂണിവേഴ്സിറ്റിയുടെ പേര്. ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഫേക്ക് അഡ്മിഷൻ ലെറ്റർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു ബി. പിറ്റേന്ന് ഷ്രൈഡറിനെ കൊണ്ട് സൗത്ത് ഹാം യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഒരു ഫേക്ക് വെബ്സൈറ്റ് തന്നെ ഉണ്ടാക്കുന്നു ബി. ഷ്രൈഡർ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബിയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സൗത്ത് ഹാം യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ലെറ്റർ ബിയുടെ വീട്ടിലേക്ക് എത്തുന്നു. ബിക്ക് അഡ്മിഷൻ കിട്ടിയതിനാൽ അവർ സന്തോഷിക്കുന്നു. അങ്ങനെ ഒരു കോളേജ് ഉള്ളതായി അവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യ സെമസ്റ്ററിലേക്കുള്ള ഫീസ് ബിയുടെ അച്ഛൻ ബിക്ക് കൈമാറുന്നു. എന്നാൽ അവിടെ നിന്ന് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. ആദ്യ ദിവസം ബിയെ കോളേജിൽ കൊണ്ടുവിടാൻ അവർ തീരുമാനിക്കുന്നു. കൂട്ടത്തിൽ കോളേജ് ഒന്ന് ചുറ്റിക്കാണാൻ കൂടി വേണ്ടിയായിരുന്നു അത്. പേരൻസിനെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഫേക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കിയ പോലെ ഒരു ഫേക്ക് യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടാക്കാൻ ബിയും കൂട്ടുകാരും തീരുമാനിക്കുന്നു. അതിനായി ഹാർമൺ കോളേജിന്റെ അടുത്ത് ഏതെങ്കിലും ബിൽഡിംഗ് റെന്റിന് കിട്ടുമോ എന്ന് അവർ അന്വേഷിക്കുന്നു. അന്വേഷണത്തിനൊടുവിൽ ബിയും ഫ്രണ്ട്സും ചേർന്ന് ഹാർമൺ അണ്ടറിലുള്ള ഒരു അടഞ്ഞു കിടക്കുന്ന സൈക്യാട്രിക് ഹോസ്പിറ്റൽ ലീസിനെടുക്കുന്നു. പിറ്റേ ദിവസം മുതൽ ആ നശിച്ച സൈക്യാട്രിക് ഹോസ്പിറ്റൽ ഒരു മനോഹരമായ യൂണിവേഴ്സിറ്റി ആക്കാനുള്ള പണികൾ അവരാരംഭിക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞ തറകളും ഭിത്തികളുമെല്ലാം അവർ പെയിന്റ് അടിച്ച് മിനുക്കിയെടുക്കുന്നു. അങ്ങനെ അവർ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ സൈക്യാട്രിക് ഹോസ്പിറ്റൽ അവരുടെ സൗത്ത് ഹാം യൂണിവേഴ്സിറ്റിയാക്കി മാറ്റിയെടുത്തു.